കൊച്ചിയിലെ പൊതു ശൗചാലയങ്ങളുടെ ശോചനീയാവസ്ഥ മാതൃഭൂമി ന്യൂസ് തന്നെ പല തവണ വാർത്തയാക്കിയിട്ടുണ്ട്. കൊച്ചിക്കാരുടെ ആ ശങ്ക മാറിയോ? നമുക്ക് നോക്കാം. ഇതെല്ലാം ഇനി പഴങ്കഥ. മറൈൻ ഡ്രൈവിൽ എത്തുന്നവർക്ക് ശങ്ക തോന്നിയാൽ ഒഴിഞ്ഞ ഇടങ്ങളോ കുറ്റിക്കാടുകളോ തിരയേണ്ട. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെയായി 2 ശൗചാലയങ്ങളാണ് മറൈൻ ഡ്രൈവിൽ GCDA നിർമ്മിച്ചിരിക്കുന്നത്. പരിപാലിക്കുന്നതിനായി ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്ന ഇടമാണ് മറൈൻ ഡ്രൈവ്. ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല. ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കക്കൂസ് പോകാനും ബാത്റൂമിൽ പോകാനെല്ലാം അറേഞ്ച്മെന്റ് ഉള്ളതുകൊണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടും യാത്രക്കാർക്ക് ഇപ്പോൾ ഇവിടെ ഇല്ല. ഇത് മറൈൻ ഡ്രൈവ് ഏരിയയാണ്. ഇത് എല്ലാ ടൂറിസ്റ്റ് പ്ലേസും എല്ലാം ക്ലിയറായി എല്ലാം ഭംഗിയായിട്ട് തന്നെ ഇവർ കൊണ്ടു കിടക്കുന്നത്. വാഷ്റൂം കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മിക്ക സ്ഥലത്തും ബാത്റൂം, പബ്ലിക് ബാത്റൂം നല്ല കാര്യം തന്നെയാണ്. പുറത്ത് അവർ മതിലുമേയും മറ്റടുത്ത് മൂത്രമൊഴിച്ച് വൃത്തിയിടാക്കുന്ന ഭേദമാണ് ഒരു പേ ടോയ്ലറ്റ് വെക്കുന്നത്. സമാനമായി GCDA സ്റ്റേഡിയം പരിസരത്തും ശൗചാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൂക്കുപൊത്തി ആളുകൾ നടന്നുകൊണ്ടിരുന്ന എറണാകുളം KSRTC സ്റ്റാൻഡിലെ കാര്യങ്ങളും ഇപ്പോൾ മാറി. ഇപ്പം നല്ല സൗകര്യമുണ്ട്, കുളിക്കാനുള്ള സൗകര്യം എല്ലാം കാര്യങ്ങളും ഉണ്ട്, വെള്ളവും കാര്യങ്ങളും ഉണ്ട്. പരിസരത്ത് നിന്നായിരുന്നു മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാവരും മാറ്റം വന്നിട്ടുണ്ട്. നീറ്റ് ബാത്റൂമാണ് ഇപ്പോൾ. പെട്രോനെറ്റ് LNG ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് എറണാകുളം KSRTC സ്റ്റാൻഡിലെ ശൗചാലയം നിർമ്മിച്ചത്. കാലങ്ങളായി പഴികേട്ട ഒട്ടുമിക്ക ഇടങ്ങളിലും ശൗചാലയങ്ങൾ വന്നു. ഇനിയും പൊതു ഇടങ്ങളിൽ പൊതു ശൗചാലയങ്ങൾ വരേണ്ടതുണ്ട്. അതോടൊപ്പം പൊതു ഇടത്തെ കാര്യം സാധിക്കൂ എന്ന മനോഭാവവും മാറണം. ജോയ്സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സംഗതികളെല്ലാം സെറ്റാണ്. അങ്ങനെ ശൗചാലയം കിട്ടിയാൽ മാത്രം മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് മലയാളി വളരട്ടെ.